ഹലോ! നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂക്കോമീറ്ററാണ് ബീറ്റോ കർവ്. അപ്പം ഇതിൻ്റെ ഞങ്ങൾ 1 വർഷത്തോളമായി ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒരു 200 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ 200 രൂപയ്ക്ക് മേടിച്ചപ്പോൾ എനിക്കിതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്ലൂക്കോമീറ്ററിൻ്റെ മെഷീന്, അതുപോലെ അതിൻ്റെ പിന്ന്, പിന്നെ അതിൻ്റെ സ്ട്രിപ്പ്, പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു യൂസർ മാനുവൽ, അങ്ങനെ ഉള്ള സാധനങ്ങൾ, പിന്നെ ഒരു കണക്ടറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കണക്ടർ ഇതിന് കിട്ടിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ശരിക്കും അതിൻ്റെ ഗ്ലൂക്കോമീറ്റർ മെഷീൻ അല്ല ഉപയോഗിക്കണം. അതിന് പകരം ഈ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത്, മൊബൈലിലാണ് അതിൻ്റെ ഒരു ആപ്പ്, അവരുടെ ആപ്പുണ്ട്, അതുവഴിയാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയുന്നത്. അപ്പം മൊബൈലിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു സി ടൈപ്പാണ് ശരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സി ടൈപ്പ് സപ്പോർട്ട് ചെയ്യണ മൊബൈലല്ലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാധായുടെ ഒരു കണക്ടർ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളിത് 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ വെളിയിൽ നോക്കുന്നതും ഇതിൽ നോക്കുന്നത് ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് മേടിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് മേടിക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 10 സ്ട്രിപ്പാട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 തവണയും 2-3 തവണ എങ്ങാണ്ടൊക്കെ മേടിച്ച്. അപ്പോൾ സ്ട്രിപ്പ് തന്നെയായിട്ട് മേടിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് 400-300 എങ്ങാണ്ട്, 350 രൂപ എങ്ങാണ്ടൊക്കെ ആട്ടോ വരുന്നത്, 10 എണ്ണമൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ അതിന് പകരം എന്നാൽ 200 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഈ സാധനം എല്ലാം കൂടെ ഒപ്പം കിട്ടുമെന്നേ ഉള്ളൂ. പിന്നെ ഈ 10 സ്ട്രിപ്പും കിട്ടുമല്ലോ. അതുകൊണ്ട് ഈ ഒരു ഫുള്ളായിട്ട് തന്നെ മേടിച്ചാണ്. ഇതിനൊരു പേപ്പർ കവറിങ്ങും ഒക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ തന്നെയാട്ടോ വന്നിരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അതിനകത്ത് എല്ലാം കൂടെ എടുത്ത് കളഞ്ഞതാണ്. ഈ ഇതാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗിക്കാവുന്ന രീതിയിലാവും. അതിൻ്റെ ബട്ടൺ മുകളിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് കുത്തിയെടുക്കാം. നമുക്ക് വേണ്ട എത്ര ആഴത്തിൽ പിന്ന് കൊള്ളണം എന്നുള്ള മുകളിൽ തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് അതിൻ്റെ പിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയും 10 പിന്നോളം ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സാധനമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കണമായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞു തന്നതാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ പപ്പയുടെ ഷുഗർ നോക്കണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ഒരു സ്ട്രിപ്പും കൂടിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ 200 രൂപ കൊടുത്ത് മേടിക്കുന്നതാണ് കേട്ടോ. അപ്പം അത് ചെയ്യുന്നിട്ട് പപ്പയുടെ മൊബൈലിൽ ചെയ്യാമെന്ന് കരുതിയാൽ, സാധാരണ ഞാൻ എല്ലാ തവണയും എൻ്റെ മൊബൈലിലായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പപ്പയ്ക്ക് ഇപ്പോൾ ടച്ച് മൊബൈൽ മേടിച്ചിട്ടുള്ളത് കൊണ്ട് എന്നാൽ പപ്പയുടെ മൊബൈലിൽ ചെയ്യാമെന്ന് കരുതി. അതിന് നമ്മുടെ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ പേര് ബീറ്റോ കർവ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആപ്പ് വരും. അത് നമ്മൾ നമ്മുടെ മൊബൈലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ആപ്പ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യണം. ചെറിയ കുറച്ച് MB ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കണം. പിന്നെ മൊബൈലിനകത്തോട്ടൊരു OTP വരും, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. എൻ്റെ മൊബൈലും പപ്പയുടെ മൊബൈലിൻ്റെയും കീകൾ തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി തപ്പൽ വന്നു പോയതാണേ. ഇനി അതിൻ്റെ ഇൻസ്റ്റാളായ എൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യണം. അതിന് ശേഷം അത് ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അതിന് ശേഷമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പെർമിഷൻ ചോദിക്കും. നമ്മളതെല്ലാം ഓക്കെ കൊടുത്ത് വിടുക. അതിന് ശേഷം നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം. ഇതിപ്പോൾ നേരത്തെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഫോൺ നമ്പർ ഇത് വന്നത് കേട്ടോ. അപ്പം ആ ഫോൺ നമ്പർ കൊടുത്തിരുന്നതിനകത്തോട്ട് OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കണം. കുറച്ച് താമസം പിടിക്കും OTP വരാനായിട്ട്. കുറച്ച് നേരം നമുക്ക് ക്ഷമിക്കാം. ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടിച്ചു കൊടുക്കണം. എനിക്ക് 2-3 വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് OTP കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ
നമ്മുടെ പേര് വിവരങ്ങളും എല്ലാം കൊടുക്കണം. അവർ കുറച്ച് ഇതൊക്കെ ചോദിക്കും. അതെല്ലാം കൊടുത്തതിന് ശേഷം അവിടെ നമ്മളിത് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാം കംപ്ലീറ്റ് ആവും. അത് കഴിയുമ്പോൾ പിന്നെ ഡയറക്റ്റായിട്ട് പിന്നെ പരസ്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കാണുന്നത്. അതൊന്നും കണക്കാക്കണ്ട. പിന്നെ അതിൻ്റെ ആ ഒരു ചിപ്പ് ഇതുപോലെ ഇത് നമ്മുടെ ഫോണ് പഴയ രീതിയിലുള്ള ആയതുകൊണ്ട് ഈ ചിപ്പ് ഉപയോഗിച്ച് ചിപ്പല്ല കണക്ടർ ഉപയോഗിച്ചാൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണക്ടർ കുത്തി അതിലേക്ക് ഈ ഒരു മെഷീനും കൂടെ കുത്തിയിട്ട് പിന്നെ ഇതിൻ്റെ അറ്റത്താണ് സ്ട്രിപ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്ലഡ് കൊടുത്ത് വേഗം ഇതാക്കി. പപ്പയ്ക്ക് ഭയങ്കര ധൃതി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വേഗം ചെയ്തത്. അതിൽ ശരിക്കും കാണിക്കാനും പറ്റാണ്ടിരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗം ആണ് കറക്റ്റായിട്ട് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം വെച്ചിരുന്നാൽ അതിൽ വർക്ക് ചെയ്യത്തില്ല. സ്ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാലും ബ്ലഡ് കണക്ട് ചെയ്താലും ഒന്നും വർക്ക് ചെയ്യത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഈ കർവെന്ന് എഴുതിയേക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു വെച്ചിട്ട് വേണം മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഉപകരണം ഉപയോഗിച്ച് നോക്കിയിട്ട് പൂർണ്ണ സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. അതിന് റിപ്ലൈ തരാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.